ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് വളരെ വിലപ്പെട്ട ഒരു ഉപദേശ സത്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇവിടെ ഷെയർ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ഒരു ടൈം ലൈനിൽ ഇപ്രകാരം ഒരു ചോദ്യം എഴുതിയിട്ടു. ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട പേരുകൾ മായ്ക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഭാ പശ്ചാത്തലപ്പെട്ടയാളും എന്റെ ഒരു മുഖപുസ്തക സഖിയുമാണ്. നാളിതുവരെ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല എങ്കിലും ആശയപരമായിരുന്ന ചിന്തകൾ പലപ്പോഴും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, ജീവപുസ്തകത്തിൽ ഒരാളുടെ പേരെഴുതിയാൽ ആ പേര് ഏതെങ്കിലും കാരണവശാൽ മായ്ക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഒരു പെന്തക്കോസ്ത് സഭാ പശ്ചാത്തലപ്പെട്ടയാളും ഒരു വിശ്വാസിയുടെ രക്ഷ പാപം ചെയ്താൽ നഷ്ടപ്പെട്ടു പോകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുകയും ആളുകൾ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ജീവപുസ്തകം, എന്താണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് ജീവപുസ്തകത്തിൽ പേര് എഴുതുന്നത്, ആരുടെ പേരാണ് ഈ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുക, ജീവപുസ്തകത്തിൽ എത്ര പ്രാവശ്യം ഒരാളുടെ പേര് എഴുതാൻ സാധിക്കും, ഈ എഴുതപ്പെട്ട പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയപ്പെടുമോ അതോ ഒരിക്കൽ എഴുതിയാൽ ആ പേര് സുസ്ഥിരമായി എന്നേക്കുമായി എഴുതപ്പെട്ടിരിക്കുകയാണോ, ഇത്യാദി കാര്യങ്ങൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയ വാക്കുകൾ ഓർപ്പിക്കാനാണ് ഞാനിപ്പോൾ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞാൻ ഓർപ്പിക്കട്ടെ, ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്ക് ഓഫ് ലൈഫ് എന്നാണ് അതിന്റെ അർത്ഥം. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയായിരിക്കുന്നത്, ബുക്ക് ഓഫ് ലൈഫ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊഴിൽ തള്ളിയിടും. വെളിപ്പാട് 20:14. ബട്ട് ഓൾ ഹൂസ് നെയിംസ് ഷാൽ നോട്ട് ഫൗണ്ട് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ് ഷാൽ ബി കാസ്റ്റ് ഔട്ട് ഇൻ ദ ലേക്ക് ഓഫ് ഫയർ എന്നാണ്. അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി ഇടപെടും. അന്ത്യന്യായവിധിയായ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരായി കാണപ്പെടുന്ന ആളുകളെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും എന്നുള്ള പ്രതിധ്വനിയാണ് വെളിപ്പാട് 20:14 നമ്മൾ വായിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ പല പേരുകൾ കൂടി ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ ദൈവത്തോട് പാപം ചെയ്ത ദൈവജനത്തെ നിന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകവും ഇതിൽ ചില ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ബുക്ക് ഓഫ് ലൈഫ്, എന്താണ് ഈ ബുക്ക് ഓഫ് ദ ലിവിംഗ്, ജീവനുള്ളവരുടെ പേര് എന്താണ്, പേരിന്റെ പുസ്തകം എന്താണ്, ജീവപുസ്തകം എന്താണ് എന്ന് പല ആൾക്കും അറിയാൻ വയ്യ. ജീവപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പ്രാപിച്ചവരായ ആളുകളുടെ പേരുകൾ എഴുതപ്പെട്ട പുസ്തകമാണ്. അതായത് ദോസ് ഹൂസ് നെയിംസ് ആർ റിട്ടൺ ഡൗൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്, പേരുകൾ എഴുതപ്പെട്ട പുസ്തകം. അപ്പോൾ ദൈവസ്ഥനിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഓർമ്മയുടെ പുസ്തകമുണ്ട്, വിശുദ്ധന്മാർ പരസ്പരം സംസാരിച്ച രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, ജീവനുള്ളവരുടെ പുസ്തകമുണ്ട്, പിന്നെ മരിച്ചവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, അതുപോലെ ജീവപുസ്തകം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇത് വാസ്തവത്തില് ഈ ആന്ധ്രാക്കാരുടെ പച്ചക്കറി പോലെയാണ് പെന്തക്കോസ്തിലെ ചില ആളുകൾ ഈ രക്ഷാശാസ്ത്രം പഠിക്കുന്നത്. ആന്ധ്രാക്കാർക്ക് മിക്കവാറും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്ന എല്ലാ വെജിറ്റബിളുകളും കൃഷി ചെയ്യുന്നത് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശങ്ങളിലെ ആളുകളാണ്. കേരളക്കാരന്റെ കയ്യിൽ ഒരു പച്ചക്കറി കിട്ടിയാൽ ആ പച്ചക്കറി കൊണ്ട് 5 വ്യത്യസ്ത വിഭവങ്ങൾ കേരളക്കാരുണ്ടാക്കും. ആന്ധ്രാക്കാരന്റെ 18 വെജിറ്റബിൾ ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരൊറ്റ കറി ഉണ്ടാക്കും. എല്ലാ ഈ വെജിറ്റബിളും കൂടെ ഈ ഒരു കറിക്കകത്താണ്. സത്യമുണ്ട്. ഇതുപോലെയാണ് എന്റെ ചില ബന്ധുക്കോസ് സഹോദരന്മാരെ രക്ഷയും രക്ഷാശാസ്ത്രവും പഠിപ്പിക്കുന്നത്. ഞാൻ വളരെ ദുഃഖത്തോടെ ഇവിടെ പറയട്ടെ, ആത്മരക്ഷ എന്താണെന്ന് വ്യക്തമായി നിർവചിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വളരെ അപൂർവമായ ആൾക്കാരുണ്ട്. അതിലെ 3 കാറ്റഗറി ആളുകളെയാണ് ഞങ്ങൾ. ഒന്ന്, രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു 10% പാസ്റ്റർമാരും വിശ്വാസികളും.
അവർ വളരെ ശക്തമായി പറയും. ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ആശയവിനിമയം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷ നിത്യതയോളം സുരക്ഷിതമാണ്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന 10% പാസ്റ്റർമാരും 10% വിശ്വാസികളും. ഇനി ബാക്കി ഒരു 10% ആളുകൾ, അത് എന്റെ വാത്സല്യ സഹോദരൻ സജി മണിയാറ്റ്, അദ്ദേഹം ഷാർജയിൽ ഒരു ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനും എന്റെ ഒരു വത്സല ഹൃദയനുമാണ്. അദ്ദേഹം പറയുന്നത് രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കും. അതിന്റെ വക്താവാണ് പാസ്റ്റർ അൻസൻ മാരാമൻ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് പുല്ലാട്ടാണ് അദ്ദേഹത്തിന്റെ വീട്. വീട്ടിൽ ഇന്നുവരെ പോയിട്ടില്ല, അദ്ദേഹത്തെ നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ടിട്ടുമില്ല. എങ്കിലും അദ്ദേഹം വ്യക്തിപരമായി എന്നോട് അടുപ്പവും ഉപദേശപരമായി അകലവും പാലിക്കുന്ന ഒരു പ്രിയ സഹോദരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇതുവരെ ഞാൻ ആ നിലയിൽ കണ്ടെന്നാൽ അദ്ദേഹം പുല്ലാട്ടുകാരനാണ്. പുള്ളി പറയുന്നതും ഈ സജിമണിയായിട്ട് പറയുന്നത് വ്യക്തി രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ നഷ്ടപ്പെടുത്താൻ കഴിയും. ജിനുവിന് അതിനാനും ഏതാണ്ട് അതിന്റെ പാർശ്വത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരു സുസ്ഥിരമായി രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് തീർത്ത് പറയുന്നത് ഞാൻ കേട്ടില്ല. ഒരു പക്ഷെങ്കിൽ അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്കറിയാൻ വയ്യ. പാസ്റ്റർ ബൈജു സാം, അദ്ദേഹം വളരെ നന്നായി ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ്. എന്ന് മാത്രമല്ല, ഇതര പാസ്റ്റർമാരെ അപേക്ഷിച്ച് ധാർമ്മിക ജീവിതത്തിൽ വളരെ മൂല്യം സൂക്ഷിക്കുന്നയാളും ജീവിത വിശുദ്ധിയുടെ അനിവാര്യതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും വൈകൃതങ്ങളായി സഭാമധ്യത്തിൽ കാണപ്പെടുന്ന എല്ലാവിധമായ പ്രവർത്തന തത്വങ്ങളെയും വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന എന്റെ ഒരു വാത്സല്യ സഹോദരനാണ്. ഇവരോടൊക്കെ ആയിരിക്കും നല്ല ബന്ധങ്ങളുള്ള ആളുകളാക്ക്, വെറും സാധാരണക്കാരായ ആളെന്ന് പറയാൻ പറ്റുകയില്ല, നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സഹോദരന്മാരാണ്. അപ്പോൾ വാസ്തവത്തിൽ ഒരു പക്ഷെങ്കിൽ വേർപാടുകാരായ ആളുകളിൽ എന്നോട് അവർ പുലർത്തുന്ന മാനസികമായ അടുപ്പവും ബന്ധവും മറ്റു പല ആളുകളോടും അവർക്കുണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒരു തീവ്രവാദിയായ പഠനക്കാരനല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശ സത്യങ്ങൾ മുറുകെ പിടിക്കുകയും അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സ്നേഹിക്കുകയും ഒരു പരിധിവരെ പല കാര്യങ്ങളിലും അവരോട് സഹകരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ എന്നോട് അടുപ്പമുള്ളത്, എനിക്ക് അവരോട് അടുപ്പമുള്ളത്. എന്റെ ഹൃദയസ്ഥിതി നന്നായി അറിയാവുന്ന സഹോദരന്മാരാണവർ. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കട്ടെ, ഇവർ ഈ ചുരുക്കം ചില ആൾ, അതായത് 10% പറഞ്ഞ് 8-10% ആൾക്കാർ പറഞ്ഞ് രക്ഷ നഷ്ടപ്പെടുകയില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അത് നഷ്ടപ്പെടുത്താൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയെക്കുറിച്ച്, ഒരു ശരിയായ രക്ഷയുടെ ഉറപ്പിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എന്നുള്ളതുകൊണ്ട് പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 80% ആളുകൾ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന പാസ്റ്റർമാരും അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികളുമാണ്. അവരിൽ ഒരാളാണ് ഈ എന്റെ സ്നേഹിതനായ ബിജുമോൻ. അപ്പൊ ബിജുമോന് ആണ് അദ്ദേഹത്തിന്റെ ലോഗോസ് എന്ന് പറയുന്ന പേജിനകത്ത് ഈ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് സംശയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത് ആരാണ്? ഞാൻ മനസ്സിലാക്കുന്ന വേദപുസ്തകം അനുസരിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ രക്ഷിതാവുമായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ എപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നുവോ ആ മാത്രയിൽ ദൈവമാണ് അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നത്. 2, ജീവപുസ്തകത്തിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന മഷി ഏതാണ്? വ്യക്തമായി വേദപുസ്തകത്തിൽ ഇന്ന മഷി കൊണ്ടായിരുന്നത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത യാഗമായി അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ യാഗമായി ദൈവം ക്രൂശിൽ അർപ്പിച്ച തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിയമത്തിന്റെ രക്തം കൊണ്ടായിരിക്കണം നിശ്ചയമായും നമ്മുടെ പേര് ഈ ജീവപുസ്തകത്തിൽ എഴുതുന്നത്. കാരണം അറിയാമോ, ഞാൻ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ആ നാളിൽ ചെയ്യുവാനിരിക്കുന്നത് എന്റെ ന്യായപ്രമാണം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ തന്നെ എഴുതും. ഇനി ഞാൻ അവരുടെ പാപങ്ങളെ ഒരു നാളും ഓർക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തില് ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവം ഇവൻ വീണ്ടും ജനിച്ച് ദൈവഭവനത്തിന്റെ അംഗമായി തീർന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. ഇതിനെ ഞാനൊരിക്കൽ മറുപടി പറഞ്ഞപ്പോൾ ചില ആളുകൾ പരിഹാസവുമായി എന്റെ അടുത്ത് വന്നു. ഈ പരിഹാസം എന്ന് പറയുന്നത് അവര് വാസ്തവത്തില് ഈ പരിഹാസമായി പറഞ്ഞ വാക്ക് രക്ഷയെക്കുറിച്ച് അവർക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നതിൽ ഒരാളാണ് അമേരിക്കൻ ഐക്യനാടുകൾ ആയിരിക്കുകയും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും മിക്കവാറുമുള്ള എന്റെ എല്ലാ റൈറ്റപ്പിനും
കമന്റുകൾ എഴുതുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ചാൾസ് സോജൻ. അദ്ദേഹം ഇതെല്ലാം വാസ്തവത്തിൽ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ മറ്റുള്ള ആളുകൾ എഴുതുന്നത് വായിക്കുകയോ അതിന് കമന്റ് ചെയ്യുകയോ ചെയ്യാൻ വയ്യാത്ത അതിപരിശുദ്ധന്മാരായ ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം വായിക്കുകയും അദ്ദേഹം അതിനെ കമന്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു അർദ്ധന്റ് ബന്ധുക്കോസുകാരനാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും പറഞ്ഞു, അപ്പൊ വാസ്തവത്തില് ഈ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മായ്ച്ചു കളയുകയില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ദൈവസനയുള്ള പുസ്തകങ്ങളെക്കുറിച്ച് ഒരു താരതമ്യ പഠനം ചെയ്തു. താരതമ്യ പഠനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ താരതമ്യ പഠനത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ എസൻഷ്യലി 2 പുസ്തകങ്ങളാ ഈ മനുഷ്യരെ സംബന്ധിച്ച് ദൈവസനയിലുള്ളത്. ഒന്ന്, ബുക്ക് ഓഫ് ദ ലിവിംഗ്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പുസ്തകം. 2, ബുക്ക് ഓഫ് ലൈഫ്, ജീവപുസ്തകം. നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ നിയമം അനുസരിച്ച്, ലോക നിയമം അനുസരിച്ച് ഒരു വീട്ടിലൊരു ശിശു ജനിച്ചാൽ ആ ശിശു ജനിച്ചത് 7 ദിവസത്തിനകവും മരിച്ചാൽ 14 ദിവസത്തിനകവും ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നിയമപ്രകാരം അങ്ങനെ ചെയ്യാതിരുന്നാൽ ശിക്ഷയാണ്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണ്, രാജ്യത്തിന്റെ നിയമമാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ശിശു ഇന്നയാൾക്ക് ജനിച്ചു, ഇപ്പൊ ആ ശിശുവിനെ ജനിച്ചു വരുമ്പോൾ പേരും കൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ പോകാനുള്ള കാര്യം ഒട്ടുമുക്കാലും ഈ പ്രസവങ്ങളെല്ലാം അരങ്ങേറുന്ന ആശുപത്രിയിലായതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഉള്ള രേഖകൾ നേരിട്ട് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അതിന്റെ കൺസേൺഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ അവിടെ പോയി ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഈ ശിശു ജനിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പേര് എഴുതും, ഇന്നയാളുടെ ആള്. അപ്പൊ ജനിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, ബേബി ഓഫ് സോൻസു. ഇപ്പൊ എന്റെ പിള്ളേരുടെ പേര് ആശുപത്രിയിൽ നിന്ന് ഈ പറയപ്പെട്ട മുനിസിപ്പാലിറ്റിയുടെ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവിടെ എഴുതിക്കുന്ന ബേബി ഓഫ് ബീന, ഇടവൻകാട്ടിൽ ഹൌസ്, ഇടയാറുമുള്ള പിയോ എന്നാണ് എഴുതിക്കുന്നത്. അപ്പൊ ബേബി ഓഫ് ബീന പറഞ്ഞാൽ അവളുടെ അമ്മ ബീനയാണ്. അപ്പൊ ബേബി ഓഫ് ബീന, കുഞ്ഞിന് പേരിട്ടില്ലല്ലോ. പിന്നീട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ പേര് നിർദ്ദേശിച്ച ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുകയും ആ പേര് ഇൻകൾക്കേറ്റ് ചെയ്ത് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വാസ്തവത്തില് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സ്വർഗത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചാൽ, അവന്റെ പേര് സ്വർഗത്തിൽ ദൈവം എഴുതുന്നു. ഒരിക്കൽ കർത്താവിന്റെ ശിഷ്യന്മാര് ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അവർക്ക് അത്യന്തം സന്തോഷമുണ്ടായി. കാരണം കർത്താവിനോട് നടന്ന ഈ ശിഷ്യന്മാര് അവരുടെ കൽപ്പനയെങ്കിൽ ഭൂതങ്ങൾ പുറത്താകുന്നു എന്ന് കണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിക്കുന്നത് അത്രേ നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പൊ സ്വർഗത്തിൽ അവരുടെ പേര് കർത്താവ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാസ്തവത്തിൽ ഭൂമിയിൽ ഒരു ശിശു ജനിക്കുമ്പോൾ ജനിച്ച ജനന പട്ടികയ്ക്കത് ആ പേര് രജിസ്റ്റർ ചെയ്തതുപോലെ ആ പേര് നീക്കം ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം. മരിക്കുമ്പോൾ മാത്രമേ ആ മരിച്ച പുസ്തകത്തിനകത്ത് ആ പേര് ഇന്നടത്ത് ഇന്നയാൾ മരിച്ചുവെന്ന്. ജനിച്ച ആളിന്റെ പേര് ജനന പുസ്തകത്തിനകത്ത് കിടക്കുകയാണ്. മരിച്ചു കഴിയുമ്പോൾ അതിന് ഒരു മരണ രജിസ്റ്റർ ഉണ്ട്. ഇതേ ആളിന്റെ മരണ പേര് മരണ രജിസ്റ്ററിൽ ഇൻകൾക്കേറ്റ് ചെയ്യും. അതോടുകൂടി അദ്ദേഹത്തിന് ഈ ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞു എന്നാണ് സാരം. ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ സ്വർഗത്തിന്റെ പൈതലായി, അതായത് പിതാവായ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവനായി ദൈവമകനായി അല്ലെങ്കിൽ ദൈവമകളായി തീർന്നു എന്നുള്ളതുകൊണ്ട് ദൈവം സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ അവന്റെ പേര് എഴുതുന്നു. അങ്ങനെ എഴുതിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുവിൻ എന്നാണ് പറയുന്നത്. ഇനി 2, ഈ ജീവപുസ്തകത്തിൽ നിന്ന് ആ പേര് മായ്ക്കണമെന്നാണ് മോശ പ്രാർത്ഥിച്ചതെന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിലെ വാക്യെടുത്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയല്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ വെച്ച് മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. അങ്ങനെ പിറുപിറുത്ത് മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്ത ഈ ജനം അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ പിറുപിറുക്കുകയിൽ അവരെ ദൈവത്തോട് പിറുപിറുക്കയാൽ ദൈവം എന്ത് ചെയ്തു? അവരെ പാപത്തിനെതിരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ജനങ്ങൾ ചില പട്ടുപോയി. മോശ ദൈവസ്ഥനിൽ നിന്നു. ദൈവം മോശയ്ക്ക് വലിയ പ്രയാസമായി. മോശ പറയുകയാണ്, നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ എന്ന്. വാസ്തവത്തില് ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ഇൻ വിച്ച് യു ഹാവ് റിട്ടൺ മൈ നെയിം. നീ എന്റെ പേര് എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചത്. ബ്ലോട്ട് ഔട്ട് മൈ നെയിം ഫ്രം ദ ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്നാണ് എഴുതുന്നത്. ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അതായത് ജീവനുള്ളവരുടെ പേര് എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് എന്നെ മായ്ച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്റെ ജീവനെ ഇപ്പോൾ തന്നെ എടുത്തു കളയണമേ എന്നാണ്. അല്ല ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ എന്നല്ല.
അപ്പൊ മോശ തുടർന്ന് ജനത്തോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജനം പാപം ചെയ്യുന്നു, ദൈവത്തെ കോപിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നു. അതുകൊണ്ട് നീ എഴുതിയിട്ടുള്ള ജീവനപുത്ര പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് നീയുടെ മായ്ച്ചല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദയാഹർജി സമർപ്പിക്കുകയാണ്, എന്നെ ഒന്ന് എടുത്തുകൊള്ളണമേ എന്ന്. ഏലിയാവൊരിക്കൽ പ്രാർത്ഥിച്ചില്ലേ, ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതം മതിയെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചില ആളുകളൊക്കെ ചില സമയങ്ങളിൽ പറയാറുണ്ട്. നമ്മിൽ പല ആളുകളും നിരാശയും നെടുവീർപ്പും സങ്കടവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇത്യാദി കാര്യങ്ങൾ പറയാറുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ അതുകൊണ്ട് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ, കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവത്താൽ അവൻ വീണ്ടും ജനിപ്പിക്കപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിക്കപ്പെടുന്ന വ്യക്തി എപ്പോൾ വീണ്ടും ജനിപ്പിക്കപ്പെടുമോ അപ്പോൾ എന്ത് ചെയ്യുന്നു? പിതാവായ ദൈവം അവനെ സ്വർഗത്തിന്റെ അംഗമായി കൈക്കൊണ്ട് അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. ഇനി രണ്ടാമത്തെ പ്രമേയം, ഈ പേര് എപ്പോഴെങ്കിലും മായ്ച്ചു കളയാൻ സാധ്യതയുണ്ടോ? ജീവപുസ്തകത്തിലേക്ക് എഴുതി ചേർക്കപ്പെട്ട പേര് യാതൊരു കാരണവശാലും മായ്ച്ചു കളയുകയില്ല എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. പിതാവ് എനിക്ക് തന്നിട്ടുള്ളവയൊക്കെയും എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ പിതാവിനെ ഏൽപ്പിക്കുന്നു. അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും ഒരു നാളും സാധിക്കില്ല. യാതൊരു പ്രകാരത്തിലും അവ നഷ്ടപ്പെടുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവര് പറയുന്നറിയാമോ, ഇത് ESH ഇരുന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾക്ക് പാപം ചെയ്യാം, എന്തു പാപം ചെയ്താലും ഇവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. എന്റെ ബുദ്ധികെട്ടവരെ, ഗലാത്യരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, എന്ത് പാപം ചെയ്താലും രക്ഷ നഷ്ടപ്പെടുകയെന്ന് പഠിപ്പിക്കാൻ ഞാൻ പൊട്ടനോ ചാട്ടനോ ഒന്നുമല്ല. അതാദ്യം മനസ്സിലാക്കണം. പൊട്ടനോ വട്ടനോ അല്ല, ചട്ടനല്ല, പൊട്ടനോ വട്ടനോ അല്ല. ഒന്നുകിൽ എനിക്ക് വട്ടുണ്ടാകണം, അപ്പൊ പിന്നെ ഞാൻ സുബോധമില്ലാതെ പറയണം. ഇനി അല്ലെങ്കിൽ ചെവി കേൾക്കാൻ വയ്യാത്ത പൊട്ടയാളിലെ പോലെ ആയിരിക്കണം. ഇത് രണ്ടുമല്ല. ഞാൻ ചെവി കേൾക്കാൻ ഇതുവരെയും കൃപയാൽ കഴിയുന്ന സാമാന്യന്റെ നിങ്ങളെക്കാൾ പലരെക്കാളും പുസ്തകങ്ങൾ വായിക്കുന്ന, വേദപുസ്തകം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പഠിക്കുന്ന, ആലോചനകളെ സ്വീകരിക്കുന്ന ഒരു എളിയ ദൈവദാസനാണ്. അപ്പൊ എന്താണ് ഇവിടെ ഞാൻ പറയുന്ന ഉദ്ദേശം? ദൈവവചനം പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു. ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാൻ കഴിയാത്തതെന്നാണ്. ഇന്ന് ഞാൻ അതിന് പകരം ഇന്ന് പകല് ഒരു ലേഖനം എഴുതിയിട്ടു. അതിലെഴുതിയപ്പോൾ ഈ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ക്കപ്പെടുകയില്ല, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി നിത്യജീവൻ പ്രാപിക്കുക എന്നാണ്. അത് നഷ്ടപ്പെടുകയില്ല എന്നിട്ടപ്പോൾ ഉടനെ അൻസൻ മാരാമൻ ചാടി വീണു. ഉടൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു. ESH രക്ഷയെ സംബന്ധിച്ച് ഏകദേശമായ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്, മുഴുവൻ അറിയത്തില്ലെങ്കിലും. എന്നാൽ അദ്ദേഹത്തിന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വയലിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ താഴെ പറയുന്നത് എന്റെ അങ്ങോട്ട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ 2 ദിവസം വേണം മനസ്സിൽ മറുപടി കൊടുക്കാൻ. സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ മറുപടിയും കൊടുക്കാം. പല പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഒരു പ്രയോജനമില്ല. വെളിഞ്ചേമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ച് ഉരുണ്ടു പോകുന്ന പോലെ ഉള്ളൂ ഈ പാർട്ടികളോട് നമ്മൾ ഉത്തരം പറഞ്ഞ് എത്ര പറഞ്ഞാലും ഇവർ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല. കാരണം അറിയാമോ, അവരുടെ ഉള്ളില് സാച്ചുറേറ്റഡ് ആയിരിക്കുന്നത് ഈ വ്യാജ ഉപദേശമാണ്, അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളാണ്. പാസ്റ്റർമാരെ അതിന്റെ ഉത്തരവാദികൾ. ഈ പാസ്റ്റർമാരുടെ രക്ഷാശാസ്ത്രം ശരിയായി പഠിപ്പിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രമാണം ശരിയാണെങ്കിൽ പെന്തക്കോസ്തിൽ തന്നെ എത്ര വിവരമുള്ള പാസ്റ്റർമാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെന്നോട് രക്ഷ ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ല, നിത്യജീവനാണെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നത് ഇറ്റേണൽ ലൈഫാണ്. അത് ഒരിക്കലും ഇടയ്ക്ക് വെച്ച് മുറിയുന്നതല്ല. അപ്പൊ പിന്നെയാണ് സജിമണിയാറ്റിന്റെയും അൻസൻ മാരാമന്റെയും നൂതന ഉപദേശം. നഷ്ടപ്പെടുകയില്ല, എന്നാൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന്. അപ്പൊ നഷ്ടപ്പെടാത്ത സാധനം പിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയുന്നത്? ഒരു സാധനം നഷ്ടപ്പെടുത്തില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയുമോ? ഇപ്പൊ എനർജിയെ കുറിച്ച് ഐൻസ്റ്റീൻ ഒരു തിയറി പറഞ്ഞു. എനർജി നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാല് ഈ എനർജിയെ സൃഷ്ടിക്കാനും പറ്റുകയില്ല, നശിപ്പിക്കാനും കഴിയില്ല. അത് പ്രാപഞ്ചികമായൊരു തത്വമായി സയൻസ് അംഗീകരിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനാ ഈ തത്വശാസ്ത്രം മുമ്പോട്ട് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, രക്ഷ നഷ്ടപ്പെടുന്ന സാധനം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നഷ്ടപ്പെടുത്താൻ സാധിക്കുക? ഇതിനവർക്ക് ഉദ്ധരിക്കുന്ന എബ്രായലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളും 10-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളും പിന്നെ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ചില വാക്യങ്ങളും ഒക്കെയാണ്. അവിടുന്ന് ഇവിടുന്നുമൊക്കെ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ഉപദേശ സത്യങ്ങളുടെ കോണ്ടെക്സ്റ്റ്, അതായത് പശ്ചാത്തലം മനസ്സിലാക്കാതെ പറയുക, ഇത് നഷ്ടപ്പെടും. തിരാമഴയ്ക്ക് മാക്കറി കരയുന്ന പോലെ ഇങ്ങനെ നഷ്ടപ്പെടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സിലാക്കി അംഗീകരിക്കുക. മരിച്ച് മാറ്റപ്പെട്ട് ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോൾ താങ്കൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ നിശ്ചയമായും സ്വർഗരാജ്യത്തിലുണ്ടായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ രക്ഷ നഷ്ടപ്പെടുന്നു പഠിപ്പിച്ചത് കേവലം വിവേകമില്ലായ്മ കൊണ്ട് പഠിപ്പിച്ചാണെന്ന് കർത്താവ് മനസ്സിലാക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ രണ്ടുപേരും നിൽക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചാണ് ശരിയെന്ന് കർത്താവ് സാക്ഷിക്കും, ദൂതന്മാരും സാക്ഷിക്കും. അതറിയാവോ, ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല.
ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വീണ്ടും ജനിക്കാൻ കഴിയുള്ളൂ. വീണ്ടും ജനിച്ച വ്യക്തി പിന്നെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നായി അവർ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. റിവേഴ്സ് ഓർഡർ പറഞ്ഞിട്ടില്ല. അതായത് വീണ്ടും മരണത്തിൽ നിന്ന് ജീവനിൽ നിന്ന് മരണത്തിലേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ആക്കി വെക്കപ്പെട്ടിരിക്കുന്നു. അവർ കർത്താവായ യേശു ക്രിസ്തുവോട് മരിച്ച് തങ്ങളുടെ ജീവൻ ക്രിസ്തുവോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആത്മരക്ഷ സമ്പൂർണ്ണമാണ്. എഴുതപ്പെട്ടത് എഴുതിയനാണ്. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പേര് സ്വർഗരാജ്യത്തിൽ കർത്താവ് എഴുതിയെങ്കിൽ പീലാത്തോസ് കർത്താവിന്റെ വിധി എഴുതിയ പോലെയാണ്. വാട്ട് ഈസ് റിട്ടൺ ഈസ് റിട്ടൺ. എഴുതിയത് എഴുതി. പിന്നെ എന്താണ് ഈ പാപം? പാപം ഇവിടെ ചെയ്യാത്ത ഏതെങ്കിലും ബന്ധുക്കോസുകാരനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് എത്രയോ വിശ്വാസികളുടെ പേര് എണ്ണി പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഐക്യനാളിൽ പോയി ദേശത്തില്ലാത്ത അനാഥശാലയുടെ പേരിൽ കാശ് വരുത്തി അനാഥശാലയുണ്ടെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നവരെ പല എനിക്കറിയാം. 4, 3, 7 പിള്ളേരെ അങ്ങൊന്നും ഇങ്ങൊന്നും വരുത്തി വെച്ച് ബൈബിൾ സെമിനാരിൽ നിന്ന് ബോർഡും വെച്ചുകൊണ്ട് കാശ് വരുത്തി വൻ പ്രസ്ഥാനം നടത്തുന്ന ആളിൽ എനിക്കറിയാം. വയോജന കേന്ദ്രം ഇല്ലാതിരിക്കുക അതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ പണം വരുത്തി സമ്പന്നയായി റബ്ബർ ഓട്ടർമാൻ ജീവിക്കുന്ന ആളുകൾ. നിങ്ങൾ വാസ്തവത്തിൽ പാപം ചെയ്യുകയാണോ അതോ വിശുദ്ധന്മാരായിരിക്കുകയാണോ? ഇനി രണ്ടാമത് വേറെ കാര്യം, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് എന്ന് മോശ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കുന്നവന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തുപോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എത്ര ബന്ധുക്കോസ് സഹോദരങ്ങളെ ഒരു സ്ത്രീയെ കണ്ടാൽ അവരുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാറില്ല, നോക്കാറില്ല, മനസ്സുകൊണ്ട് പാപം ചിന്തിക്കാറില്ല, നിരൂപണങ്ങളിൽ പാപം വരാറില്ല, വാക്കുകൾ പാപം പറയാം. എത്ര പേരെന്നെ ചീത്ത പറയുന്നു. ഞാൻ ഈ ഉപദേശത്തിൽ പറയുമ്പോൾ എന്നെ മണ്ടൻ, മരമണ്ടൻ, മരകോടൻ, പിന്നെ പോത്ത്, പിന്നെ വിവേകശൂന്യൻ, പരിശുദ്ധാത്മയില്ലാത്തവൻ, ദ്രോഹി, ഉപദേശവിരുദ്ധം പഠിപ്പിക്കുന്ന വ്യാജോപദേശകൻ, പിന്നെ പരിശുദ്ധാത്മാവില്ലാത്തവൻ, അന്യഭാഷയെ അപലപിക്കുന്നവൻ, ന്യായവിധി യോഗ്യൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ എത്രയോ ആളുകൾ പറയുന്നു. സഹോദരനെ മൂട എന്ന് വിളിക്കുന്നവൻ നിത്യ നരകാഗ്നിക്ക് യോഗ്യനായിട്ടുള്ള കർത്താവ് മത്തായി ആൾ പറഞ്ഞു. അങ്ങനെയാണല്ലോ ഈ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ വലതുഭാഗത്ത് കർത്താവിനോട് സിംഹാസനം ഇരിക്കുന്നു അവകാശപ്പെടുന്ന നിങ്ങൾ ഇത്ര വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പോകുമ്പോൾ നരകത്തിൽ പോകും. നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നതറിയാവോ, മനുഷ്യൻ വാക്കുകളാലും ചിന്തകളാലും പ്രവൃത്തികളാലും എല്ലാം എല്ലായ്പ്പോഴും പാപം ചെയ്യുന്നവനാണ്, അല്ലെങ്കിൽ പാപം ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നവനാണ്. സാധു സുന്ദർ സിംഗ് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവക്കുറിപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അതേ ഒരു പേപ്പറും പെൻസിലും എടുത്തുകൊണ്ട് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ 12 മണിക്കൂർ സമയം ആഹാര നീഹാരാദികൾ ഉപേക്ഷിച്ച് തന്റെ മനസ്സിൽ കൂടി കടന്നുവരുന്ന പാപങ്ങളെ അത് എഴുതിവെച്ച ശേഷം അത് പറഞ്ഞതറിയാവോ, തിരിച്ച് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ ലജ്ജ തോന്നി. എന്ന് പറഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് പാപചിന്തകളും പാപങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ വേലിയേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിക്കാത്ത ഒരു മനുഷ്യമില്ല. അങ്ങനെ നമ്മുടെ ആത്മാവ് പാപത്തിന്റെ ശിക്ഷാവിധിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ട് നാം നിത്യജീവൻ അവകാശികളായി തീർന്നിരിക്കുകയാണ് എങ്കിലും നാം ജീവിക്കുന്നത് വീണ്ടെടുപ്പാൻ ഇനിയും പോകുന്ന, അല്ലെങ്കിൽ ഇതുവരെയും വീണ്ടെടുപ്പ് സാധിച്ചിട്ടില്ലാത്ത ഒരു പാപ സാദൃശ്യമുള്ള ശരീരത്തിലാണ്. അപ്പൊ പാപത്തിന്റെ ജഡീകമായ രാഗമോഹങ്ങൾ റോമാലേഖനം 1-ാം അധ്യായത്തിലെ 23, 21 വാക്യങ്ങൾ, തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തില്, 2-ാം ലേഖനത്തില്, അതിന്റെ 3-ാം അധ്യായത്തില്, പിന്നെ അങ്ങനെ എഫേസ് ലേഖനത്തില്, മറ്റ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലൊക്കെ പറയപ്പെടുന്ന ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് അക്കമിട്ടെഴുതി പറയുന്ന പാപങ്ങൾ, ഒരു പാപമെങ്കിലും ജീവിതത്തിൽ വരാത്ത ഏതെങ്കിലും ബന്ധക്കോസുകാരനോ ബ്രദറുകാരനോ ഭൂമിയിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇല്ല. അപ്പൊ പാപങ്ങൾ നമ്മുടെ വരുന്നുണ്ട്. ഇനി അങ്ങനെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് സംഭവിക്കണം, എന്ത് ചെയ്യണം? യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇനി ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അതായത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ ഇപ്പോൾ സ്വർഗത്തിൽ നടക്കുന്നത് നമ്മൾ പാപം ചെയ്യാതെ പരിപാവനമായി ഭൂമിയിൽ പരിശുദ്ധന്മാരായി ജീവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം അല്ലെങ്കിൽ തേജസ്കരണം പ്രാപിക്കുന്ന നിമിഷം വരെ മനസ്സാ വാച കർമ്മണ ഏതെങ്കിലും പാപങ്ങളോ പാപപ്രവൃത്തികളോ പാപചിന്തകളോ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് കർത്താവിന്റെ മഹത്വത്തിന് യോഗ്യമല്ലാത്ത നിലയിലുള്ള ഒരു ജീവിതശൈലി നമ്മൾ ഉണ്ടായാൽ നമുക്ക് വേണ്ടി പരിഹാരം വരുത്തുവാൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാത സൂക്ഷിക്കുന്ന മഹാപുരോഹിതനായിട്ടാണ് കർത്താവായ യേശു ജീവിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഒരു പാപവും ഇനി സംഭവിക്കുന്നില്ല എങ്കിൽ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ആവശ്യമില്ല. നമ്മൾ പരിശുദ്ധന്മാരായി കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് റവറന്റ് ടി കോശിയച്ചൻ പാടിയപ്പോൾ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ. നിങ്ങൾ പല പരിശുദ്ധന്മാരെക്കാളും പാപിയായ ഞാൻ പറയുകയാണ്. കൃപയാലെ രക്ഷപ്പെട്ട ഒരു പാപിയാണ് ഞാൻ. റോമാലേഖന 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആ വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപദേശത്തിനാലോ വ്യാജ ലേഖനങ്ങളാലോ വാക്കുകളാലോ ഉപദേശ നിശ്ചയമില്ലാത്ത ഏതെങ്കിലും സഹോദരന്മാരുടെയോ പ്രസംഗങ്ങളാലോ നിരൂപണങ്ങളാലോ എഴുത്തുകളാലോ രക്ഷ നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെ പേര് കർത്താവ് എഴുതിയാൽ എന്നേക്കും അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ജീവപുസ്തകത്തിൽ നിന്ന് ദൈവം മായ്ക്കില്ല. പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകത്തിൽ മായ്ക്കും. എങ്ങനെയാണെന്നറിയാമോ? കർത്താവിന്റെ മഹത്വത്തിന് വിരോധമായ നിലയിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി നിരന്തരമായി പാപം ചെയ്ത് പാപത്തിൽ തുടരുവാൻ ആഗ്രഹിച്ചാൽ ഒരു പക്ഷെങ്കിൽ മരണം വരെയുള്ള ശിക്ഷാവിധി ബാലശിക്ഷകൾ നൽകി ദൈവം അവനെ ശുദ്ധീകരിക്കുകയോ അവനെ ഭൂമിയിൽ നിന്ന് നീക്കുകയോ ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജീവനുള്ള പുസ്തകത്തിൽ നിന്ന് അവന്റെ പേര് നീക്കപ്പെടും. അല്ലാതെ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാറ്റപ്പെടുക, മായ്ക്കപ്പെടുക എന്നൊരു പ്രഖ്യാപനം വിശുദ്ധ വേദപുസ്തകത്തിലില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വേദപുസ്തകം ശരിയായി വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, മനസ്സിലാക്കുക. സഭാ പശ്ചാത്തലത്തിൽ നിന്ന് വേദപുസ്തകം പഠിക്കാതിരിക്കുക. സ്വതന്ത്രമായി വേദപുസ്തകം വായിക്കുക, പഠിക്കുക. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.